പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. കരംപുറ്റ സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. രാത്രി 10 മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഗോകുൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, എന്താണ് സംഭവിച്ചത്? പ്രതിയെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത്. കരംപൊറ്റ സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. രാത്രി ഏകദേശം ഒരു 10 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. പ്രതിക്കായി കൊഴിഞ്ഞാമ്പാറ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. പ്രതിയെ പറ്റി സൂചന ലഭിച്ചതായാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഇയാളുമായി പരിചയമുള്ള ഒരാൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. പക്ഷേ ഈ പ്രതിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് നൽകുന്നില്ല. പ്രതിയെ പറ്റി കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കൊഴിഞ്ഞാമ്പാറയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു 10 മണിയോടെ ഒരു യുവാവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം പുറത്തു വന്നത്. പിന്നീട് കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്ഥലത്തെത്തുമ്പോഴാണ് വെട്ടേറ്റ് മരിച്ച നിലയിൽ കിടക്കുന്ന ഇയാളെ സന്തോഷിനെ കണ്ടത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി. ഈ പ്രതിക്ക് ഒരാളുമായി നിരന്തരം പ്രശ്നമുണ്ടാകാറുണ്ട്. അയാൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ കൊലപാതകം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നില്ല. കൊലപാതകം നടക്കുമ്പോൾ സന്തോഷം മാത്രമാണോ വീട്ടിലുണ്ടായിരുന്നത്? നിലവിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും വ്യക്തമല്ല. ഈ പോലീസിന് ലഭിച്ച വിവരം പ്രാഥമികമായി ഒരാൾ വീട്ടിനുള്ളിൽ മരിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. അവിടെ എത്തി ആ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് അത് പെട്ടുകൊണ്ട് മരിച്ച നിലയിലുള്ള സന്തോഷിനെ കണ്ടെത്തിയത്. ഇയാൾ കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ ഇയാളുമായി മറ്റൊരാൾ പ്രശ്നമുണ്ടാക്കിയതായുള്ള വിവരങ്ങൾ പല നാട്ടുകാരും പോലീസിന് വിവരം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ശരി ഗോകുൽ, പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത്. കരംപുറ്റ സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. പ്രതിക്കായുള്ള അന്വേഷണത്തിലാണ് പോലീസ്. പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നതും പോലീസിന്റെ ഭാഗത്തു നിന്ന് വിവരമായി ലഭിക്കുന്നുണ്ട്. ഗോകുൽ VS ആണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.